ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് പാസ് കിച്ചണിലേക്ക് സ്വാഗതം. മഴ പെയ്തതോടെ പറമ്പിൽ മുഴുവൻ ചേന മുളച്ചു വന്നിട്ടുണ്ട്. നമുക്കിന്ന് ചേന ഇല വെച്ച് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം. അതിനായി ചേനയുടെ ഇലയും ഒരു കഷ്ണം തണ്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. ചേന ഇല കൊണ്ട് തോരൻ, ഉപ്പേരി മാത്രമല്ല ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയും കൂടെ ഉണ്ടാക്കാം. ഒട്ടും പൈസ ചിലവില്ലാതെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറി. ഈ കറി ഉണ്ടാക്കാനായി ഒരു തേങ്ങ പൊട്ടിച്ച് ചിരകി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇല വൃത്തിയാക്കി എടുക്കണം. ചേനയുടെ ഇലയുടെ അടിയിലുള്ള ഈ ഭാഗം ഇതുള്ള തൊലി ഒന്ന് വലിച്ച് കളയണം. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി, വൃത്തിയായി കിട്ടും. തണ്ടും അതുപോലെ തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ മുറിച്ച് തൊലി കളഞ്ഞെടുക്കാം. ഇതിങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കത്തി കൊണ്ട് ഒന്ന് ഇതുപോലെ വലിച്ചെടുത്താൽ മതി. തണ്ടും ഇലയെല്ലാം കഴുകി ചെറുതായി മുറിച്ചെടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കുറച്ച് സമയം മാത്രം മതി നല്ല കറി തയ്യാറാക്കാൻ. ഇലയും മുറിച്ചെടുത്തിട്ടുണ്ട്. തണ്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇലയും ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. മുളക് പൊടി നമുക്ക് എരിവ് വേണ്ടുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. മിക്സി ജാറിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പിടി തേങ്ങയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കണം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾക്ക് പുളി എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് ഒഴിച്ചു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും 2 പച്ചമുളകും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നൈസായി അരച്ചെടുക്കണം. എന്നാലേ കറി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അരപ്പ് റെഡിയായി. കഷ്ണം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണമെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. അരച്ച് വെച്ച തേങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ കറിയിൽ എത്ര ചാറ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാകത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൽ ഉപ്പും പുളിയും എരിവൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറവ് തയ്യാറാക്കണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് വറവിടാൻ നല്ലത്. 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കടുകും ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് കറിയിലേക്ക് തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കണം. വളരെ പെട്ടെന്ന് ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.